A very good evening to all of you. Achieve your best and share your blessings with the world around. നമുക്ക് എത്താവുന്നതിൻ്റെ ഏറ്റവും വലിയ ഉയരത്തിലേക്ക് എത്തുകയും അവിടെ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷവും നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും ലോകത്തിനോട് ഷെയർ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ആത്മാ ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. ആത്മാ ഒരു സോഷ്യൽ സെക്ടർ ഓർഗനൈസേഷൻ ആണ്, ഒരു നോൺ പ്രോഫിറ്റ് വോളണ്ടറി ഓർഗനൈസേഷൻ ആണ്, NGO എന്ന് പറയാം, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. പേര് പോലെ തന്നെ ആത്മയിലെ മേജർ ആയിട്ടുള്ള എല്ലാ ഇനീഷ്യേറ്റീവ്സും ഡ്രൈവ് ചെയ്യുന്നത് വോളണ്ടിയേഴ്സ് ആണ്. ഇപ്പോൾ 18 വർഷമായിട്ട് ഈ ഒരു ഡെവലപ്മെന്റ് സെക്ടറിൽ ആത്മ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകം പല തരത്തിലുള്ള സഹായം ആവശ്യമുള്ള വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ആ സഹായം എത്തിച്ചു കൊടുക്കാനും അവരിൽ സമൂലമായ ഒരു മാറ്റം ഉണ്ടാക്കാനും ആത്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ചില എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, സോ ബിഫോർ ഐ ഗോ ഇൻ ടു ദാറ്റ്, ലെറ്റ് മീ റിക്വസ്റ്റ് ഓൾ ഓഫ് യു, ആത്മ ഫൗണ്ടേഷന്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യൂ, www.atmafoundation.org. ആത്മയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ അവൈലബിൾ ആണ്. ചുരുക്കി പറയുകയാണെങ്കിൽ, ഇപ്പോൾ കുട്ടികളുടെ മേഖലയിൽ ആത്മാ ഗുരുകുലം എന്നൊരു പ്രോജക്റ്റ് ആത്മ ഫൗണ്ടേഷൻ ഉണ്ട്. CNCP, ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഫാമിലി സപ്പോർട്ട് ഇല്ലാത്ത, എന്തെങ്കിലും സോഷ്യലി ഇക്കണോമിക്കലി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പെൺകുട്ടികൾക്കുള്ള ഒരു ഹോമാണ് ആത്മാ ഗുരുകുലം. അവിടെ പെൺകുട്ടികളുടെ എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരെ നല്ല നിലയിൽ സ്വന്തം കാലിൽ നിൽക്കുന്ന നല്ല പ്രൊഫഷണൽസ് ആവുന്നതിന് വേണ്ടി അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യുന്ന ഒരു റെസിഡൻഷ്യൽ കെയർ ഹോമാണ് ആത്മാ ഗുരുകുലം. ഇതുപോലെയുള്ള മറ്റ് ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള കുട്ടികൾക്കും ഈ എഡ്യൂക്കേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനും അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടി ഓൺലൈനിലൂടെ അവർക്ക് ലേണിംഗ് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ആത്മ ഉയരി. ആത്മ ഫാമിലി കൗൺസിലിംഗ് സെന്റർ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ഫ്രീ ആയി കൗൺസിലിംഗ് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. കേരള ഗവൺമെന്റിന്റെ കൂടിയും സപ്പോർട്ടോടുകൂടി സർവീസ് പ്രൊവൈഡിംഗ് സെന്റർ ഡൊമസ്റ്റിക് വയലൻസ് വിക്ടിം ആയിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്, ഡിജിറ്റൽ എംപവർമെന്റ് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ ലിറ്ററസി ക്യാമ്പയിൻസ് ഉണ്ട്, അഡോളസൻസിന്റെയും യങ്സ്റ്റേഴ്സിന്റെയും എംപവർമെന്റിന് വേണ്ടിയുള്ള ക്യാമ്പയിൻസ് ഉണ്ട്, യോഗ, ആർട്സ്, അവനവന്റെ തന്നെ ഒരു സന്തോഷത്തിന് വേണ്ടി എല്ലാ പ്രായത്തിലുള്ളവർക്കും കല അഭ്യസിക്കാനും യോഗ ചെയ്യാനും അത് പ്രൊമോട്ട് ചെയ്യാനുമുള്ള സൗകര്യങ്ങൾ ആത്മ ഫൗണ്ടേഷനിലുണ്ട്. ഇങ്ങനെ പല മേഖലകളിലായി 11 പ്രോജക്ട്സ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. ഈ പ്രോജക്ട്സിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 18 വർഷമായി 2200ഓളം പ്രോഗ്രാംസ്, ഇവന്റുകൾ ആത്മ നടത്തിയിട്ടുണ്ട്. ഇതിലൂടെ ഏകദേശം 4 ലക്ഷം കുടുംബങ്ങൾക്ക് സഹായം എത്തിക്കാൻ ആത്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി ഏതൊരു സന്നദ്ധ സംഘടനയും പോലെ കോവിഡ് സമയത്തും കേരളത്തിൽ ഫ്ലഡ്സ് ഉണ്ടായ സമയത്തും മെറ്റീരിയൽ ബെനിഫിറ്റ്സ്, മെഡിക്കൽ എയ്ഡ്, മെഡിക്കൽ ക്യാമ്പുകൾ ഇതെല്ലാം ചെയ്യാനും ആത്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ സഹായങ്ങൾ ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ആളുകൾക്ക്, ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകളിലേക്ക് സോഴ്സ് ചെയ്യാനായിട്ട് ആത്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സോഷ്യൽ വർക്കിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക്കിന്റെ കൂടെ ഒരു വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സോഷ്യൽ വർക്കിൽ റിസർച്ചിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഇന്റർവെൻഷൻസ്, നമ്മൾ ചെയ്യുന്ന ഇനീഷ്യേറ്റീവ്സ് അതിനൊരു തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൂടെ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ഇമ്പാക്ട് നമ്മൾ പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ആത്മ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ, ആത്മ RADC എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ആത്മ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം സ്റ്റുഡൻസിന് ആത്മ RADC സ്റ്റുഡൻസിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. RADCയുടെ ഒരു ഏജസിൽ നമ്മളിവിടെ സ്റ്റുഡൻസിന്, പ്രത്യേകിച്ച് PG സ്റ്റുഡൻസിന്, സോഷ്യൽ സയൻസസിൽ PG ചെയ്യുന്ന കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് അവരുടെ ഒരു ഇന്റേൺഷിപ്പിന് മാത്രമല്ല, ട്രെയിനി ആയിട്ട് നമ്മൾ സ്റ്റുഡൻസിനെ എടുക്കുന്നുണ്ട്. അതുകൂടാതെ കൊളാബറേറ്റീവ് ആയിട്ടുള്ള റിസർച്ചിന് താല്പര്യമുള്ള, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ആത്മയിലൊരു സ്ഥാനം ഉണ്ട്. സോ ഈ ഒരു അവസരത്തിൽ ഇത് കാണുന്ന എല്ലാ സ്റ്റുഡൻസിനെയും ആത്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബി എ പാർട്ട് ഓഫ് അവർ വോളണ്ടിയർ ടീം. നിങ്ങളുടെ ഗ്രോത്തിനും നിങ്ങളുടെ റിസർച്ച് ആസ്പിറേഷൻസിനും നിങ്ങളുടെ സോഷ്യൽ വർക്ക് ഇനീഷ്യേറ്റീവ്സിനും ആത്മ ഒരു പ്ലാറ്റ്ഫോം ആവാൻ സന്തോഷത്തോടെ ഒരുക്കമാണ്. വെൽക്കം ആൻഡ് താങ്ക് യു. നമ്മുടെ അടുത്ത സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. NGOs in Action, Transforming Social Work Perspectives.
ഈ ഒരു സെഷന് ചെയർ ചെയ്യാനായിട്ട് നമുക്കിവിടെ എത്തിയിട്ടുള്ളത് മിസ് സ്റ്റെഫി ഫ്രാൻസിസ്. സ്റ്റെഫി മാം സെന്റ് മേരീസ് കോളേജില് അസിസ്റ്റന്റ് പ്രൊഫസറാണ്. വിമല കോളേജിലെ റിസർച്ച് സ്കോളറാണ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ. 2008 തൊട്ട് ഈ ഒരു സോഷ്യൽ വർക്ക് ഫീൽഡിൽ വളരെയധികം കാര്യങ്ങൾ സ്റ്റെഫി മാം ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്റ്റെഫി മാമിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പ്രോഗ്രാമിന്റെ ഈ ഒരു സെഷന്റെ ഇന്നത്തെ ഫാക്കൽറ്റി ശ്രീ CK സുരേഷ് സാറാണ്. സാർ ആത്മ ഫൗണ്ടേഷന്റെ ഡയറക്ടറാണ്. സാർ പ്രൊഫഷണലി ഒരു ലൈഫ് കോച്ചും ട്രെയിനറുമാണ്. ഫ്രീ ആയിട്ട് വളരെ വർഷങ്ങളായിട്ട് സാർ ഫ്രീ ആയിട്ട് കൗൺസിലിംഗ് സപ്പോർട്ട് നൽകുന്നുണ്ട്. മാനേജ്മെന്റിലും സൈക്കോളജിയിലും ജേർണലിസത്തിലും സാറ് എന്നീ വിഷയങ്ങളിൽ PG ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ 35 വർഷത്തോളമായി സാറ് പല സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ ഒരു ലീഡർഷിപ്പ് റോളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 2006 സാർ ആത്മ ഫൗണ്ടേഷൻ തുടങ്ങിയത്. ധാരാളം വോളണ്ടിയേഴ്സും 11 പ്രോജക്ട്സും ആത്മ ഫൗണ്ടേഷന് ഇപ്പൊ ഉണ്ട്. വളരെ നന്നായി തന്നെ ഈ ഒരു NGO വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് സുരേഷ് സാറിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചെയർ ചെയ്ത് സംസാരിക്കുന്നതിനായിട്ട് സ്റ്റെഫി മാമിനെ ക്ഷണിക്കുന്നു. Namaskaram. Thank you so much, Sangeeta. I hope I am audible to you. Yes. Namaskaram, all dignitaries, and a very hello to all participants. It's my honor and privilege to be here with you today as we are going to discuss a very timely topic, NGOs in action and their role in transforming social work perspectives. ഒരു ഇൻക്രീസിങ് ഒരു ഇന്റർകണക്റ്റഡ് വേൾഡിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് അല്ലെ. അപ്പൊ ഒരു NGOസിന്റെ അല്ലെങ്കിൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസിന്റെ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് മേ ബി ആൻ അഡ്രസ്സിംഗ് സോഷ്യൽ ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ അഡ്വക്കേറ്റിംഗ് ഫോർ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ആവാം, അല്ലെങ്കിൽ കാറ്റലൈസിംഗ് ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരാൻ, ഈവൻ ഇൻ പോളിസി റിഫോംസിന് ഉള്ളിലൂടെ നമ്മൾ അതിലൂടെ പോലും നമ്മുടെ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ദേ ആർ അറ്റ് ദ ഫോർ ഫ്രണ്ട് എന്ന് to create a very just and equitable society. So today we are gathered here to discuss more about a very experienced person we have, Suresh sir, and addressing the immediate social needs, but also the transforming our very perspectives and paradigms for that make underpin the field of social work. Then we will examine the innovations and interventions, of course the challenges also faced by the non-governmental organizations while dealing with the very complex landscapes, and also the strive to create a lasting change. Throughout the discussions, we will go through the perspectives and very valuable insights for the timely topic. Without further ado, let's begin our exploration of NGOs in action, non-governmental organization action, and their transformative impact on social work perspectives. Over to you, Suresh sir. Sri CK Suresh, Director, Atma Foundation. Namaskaram, sir. Thank you, ma'am. ഈ 2 ദിവസമായിട്ട് നടക്കുന്ന സെമിനാറിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണകോണിലൂടെ സോഷ്യൽ വർക്കിനെ കാണുക എന്നുള്ളതാണ് എൻ്റെ റോൾ. ഞാനൊരു അക്കാഡമീഷ്യൻ അല്ല, അല്ലെങ്കിൽ ഒരു റിസർച്ച് എക്സ്പേർട്ട് അല്ല, ശരിക്കും പറഞ്ഞാൽ MSW പോലും അല്ല. പക്ഷെ കഴിഞ്ഞ 17 വർഷത്തിലധികമായിട്ടൊരു വോളണ്ടറി ഓർഗനൈസേഷൻ സാമാന്യം കോൺട്രിബ്യൂഷൻ സമൂഹത്തിന് നൽകിക്കൊണ്ട് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഓഫ് കോഴ്സ് വിത്ത് എ ബ്യൂട്ടിഫുൾ ടീം ഓഫ് വോളണ്ടിയേഴ്സ്. അപ്പം അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ, ഈ കാലയളവിലൂടെ നമ്മൾ പഠിച്ച പാഠങ്ങൾ, ഈ കാലയളവിൽ അക്കാഡമിയുമായിട്ട് അല്ലെങ്കിൽ ക്യാമ്പസുകളുമായിട്ട്, അല്ലെങ്കിൽ ക്യാമ്പസിലെ വിദ്യാർത്ഥികളുമായിട്ട്, സോഷ്യൽ വർക്ക് സ്റ്റുഡൻസുമായിട്ടൊക്കെ ഉണ്ടായ ഇൻട്രാക്ഷൻസ്, അതിൽ നിന്നുള്ള ചില ലേണിങ്സ് ഷെയർ ചെയ്യാനായിട്ട് ഈ സെമിനാറിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ, ഇന്നലെയും ഇന്നുമായിട്ട് 3 കോർ ഏരിയാസ്, നമ്മളുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചായാലും, സോഷ്യൽ എൻ്റർപ്രൈസിനെ കുറിച്ചായാലും, റിസർച്ചിനെ കുറിച്ചായാലും വളരെ
മനോഹരമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ഡിസ്കഷൻസ് കേൾക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടായി. തീർച്ചയായിട്ടും സമയത്തിൻ്റെ പരിമിതി ഉണ്ടായിട്ടുണ്ട്, പലർക്കും ആ ഒരു പൂർണ്ണമായിട്ട് നീതി പുലർത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. അതേസമയത്ത് നമ്മൾ പ്ലാൻ ചെയ്തത് 1 മണിക്കൂറിൽ ഒരു ടോപ്പിക് എന്നുള്ള നിലയ്ക്ക് 3 മണിക്കൂർ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിലെന്തെങ്കിലും പ്രസൻറ്റേഷനിൽ തൃപ്തി ഇല്ലാതെ ആയിട്ടുണ്ട്, ടീച്ചേഴ്സിനോ കുട്ടികൾക്ക് തൃപ്തി ഇല്ലാതെ ആയിട്ടുണ്ടെങ്കിൽ സമയത്തിൻ്റെ കാര്യത്തിൽ വി ആർ റെസ്പോൺസിബിൾ. ഇനി ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വന്നാൽ, ഞങ്ങൾ കൂടുതൽ സോഷ്യൽ വർക്ക് സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക അവർ ഒരു NGO വിസിറ്റ് നടത്തുന്ന സമയത്താണ്. പല പർപ്പസുമായിട്ട് NGOസിനെ അവർ വിസിറ്റ് ചെയ്യാൻ വരാറുണ്ട്, ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി വരാറുണ്ട്, ഇവിടെ ഇന്റേൺഷിപ്പിന് വേണ്ടി വരാറുണ്ട്, അല്ലെങ്കിൽ ട്രെയിനിഷിപ്പിന് വേണ്ടിയിട്ടും വളണ്ടിയർ ചെയ്യാനൊക്കെ ആളുകൾ വരാറുണ്ട്. അപ്പോൾ അവിടെ കണ്ടെത്തിയ ചില കാര്യങ്ങളിൽ ചില ഫീഡ്ബാക്സ് എന്നുള്ള നിലയ്ക്ക് കുട്ടികളോട് പറയുകയാണെങ്കിൽ അത് എങ്ങനെ നമുക്ക് ആ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാന്നുള്ള സാധ്യത കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്താണ്. സാധാരണഗതിയിലെ സോഷ്യൽ വർക്ക് അതിൽ പഠിക്കുന്ന ആളുകളോട് പറയുന്നത് നമ്മളൊരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുകയും അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുകയും, അതാണ് സോഷ്യൽ വർക്കിനെ കുറിച്ചുള്ള ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. NGOസിന്റെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് I personally focus more on the outcome side, not on the problem side. ഉദാഹരണം, ഇപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ നമ്മൾ സാധാരണ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കൂടുതൽ ആളുകളും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുക, ഓക്കെ ഇരിക്കൂ, എന്താ പ്രശ്നം, എന്താ, വാട്ട് ഈസ് യുവർ പ്രോബ്ലം. പക്ഷെ ഇത്രയും കാലത്ത് കൗൺസിലിംഗ് എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ ഗൈഡൻസ് എക്സ്പീരിയൻസിൽ കോച്ചിങ് എക്സ്പീരിയൻസിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ചോദിച്ചിട്ടില്ല. ഞാൻ അങ്ങനെയുള്ള ആളുകൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് വരാവുന്ന ആദ്യത്തെ കീ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് വേണ്ടത് എന്നാണ്. അപ്പോൾ വാട്ട് ഇസ് ദ പ്രോബ്ലം എന്ന് ചോദിക്കുന്നതും വാട്ട് ഡു യു വാണ്ട് എന്ന് ചോദിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരുടെ തോട്ട്, അവരുടെ ഒരു എന്താ പറയുക റിസർച്ച് എല്ലാം പോകുന്നത് പ്രോബ്ലത്തിലേക്കാണ്. എന്താണ് പ്രശ്നം, എന്തൊക്കെയാണ് അതിൻ്റെ ദുരനുഭവങ്ങൾ, എപ്പോഴാണ് അത് തുടങ്ങിയത്, എങ്ങനെയാണ് അത് തുടങ്ങിയത്, ആൻഡ് ഫൈനലി ദ ലാൻഡ് അപ്പ് വിത്ത് ഹു ഈസ് റെസ്പോൺസിബിൾ, ആര് കാരണമാണ് എനിക്ക് പ്രശ്നം. പക്ഷെ തിരിച്ച് എന്താണ് വേണ്ടതെന്ന് ചിന്തിച്ച് തുടങ്ങുമ്പോൾ മറ്റൊരു പെർസ്പെക്റ്റീവിൽ നമ്മൾ അതിനെ കാണാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു സൊല്യൂഷൻസിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ആ സൊല്യൂഷൻസ് എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആലോചിക്കേണ്ടി വരും. ആൻഡ് ഫൈനലി ഹൂ ഷുഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദാറ്റ് സൊല്യൂഷൻ എന്നുള്ളതിലേക്കും ചിന്തിക്കേണ്ടി വരും. ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് പഠിച്ച് സോഷ്യൽ വർക്കിലേക്ക് ഇറങ്ങുന്ന ആളുകൾ ആദ്യഘട്ടത്തിൽ സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ പലപ്പോഴും ചിന്തിക്കാറ്, സ്റ്റാർട്ട് ഫ്രം കൗണ്ടിങ് യുവർ ബ്ലെസ്സിങ്സ്. നമ്മളിൽ പലരും ശരിക്കും എത്രമാത്രം ഭാഗ്യവാന്മാരും ഭാഗ്യവതികളാണ്. We are blessed with lot of things, so many things. Are we grateful for that? അങ്ങനെ ഗ്രേറ്റ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഡു വി ഡു? നമുക്കതിന് എന്തെങ്കിലും ഇൻ റിട്ടേൺ കമ്മ്യൂണിറ്റിക്ക്, ചുറ്റുമുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മളെക്കാൾ ലെസ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ധാരാളം ആളുകളെ നമുക്ക് ചുറ്റും കാണാൻ കഴിയാം. അവിടെ നമ്മൾ എൻ്റെ കയ്യിലുള്ള സൊല്യൂഷനുമായിട്ട് പോകുന്നതിന് പകരം അവർക്ക് എന്ത് സൊല്യൂഷനിലേക്കാണ് നമ്മളുടെ സഹായം എടുക്കാൻ പറ്റുക എന്നുള്ളത് അന്വേഷിക്കും. മീനിങ് റെസ്പോൺസിബിലിറ്റി ബി വിത്ത് ദ ബെനിഫിഷ്യറി. ഞാൻ എന്തോ വലിയൊരു ചാരിറ്റി ചെയ്യുന്നു എന്നുള്ള ആറ്റിറ്റ്യൂഡിന് പകരം എനിക്കുണ്ടായ സന്തോഷം ഞാൻ പങ്കുവെക്കാൻ ശ്രമിക്കുന്നു. ആവശ്യമായ ഒരാൾ അതിനുവേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ ആത്മ ഫൗണ്ടേഷൻ എസ്പെഷ്യലി, അല്ലെങ്കിൽ ധാരാളം NGOസിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്. NGOs എന്ന് പറയുമ്പോൾ അതും പലതരത്തിലുണ്ട് എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. ഇത് തുടങ്ങുന്നത് ഒരു പക്ഷേ ആദ്യകാലത്ത് വൾണറബിൾ ഗ്രൂപ്പ്സ് ആയി കണ്ട പുവർ, ഡിസേബിൾഡ്, പേഷ്യൻസ്, ക്രിമിനൽസ്, ഓൾഡ് ഏജ് പീപ്പിൾ, ഓർഫൻസ്, സോഷ്യലി ബാക്ക്വേർഡ്, ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളെ, അന്ന് ഈ സോഷ്യൽ കൺസേൺ എന്നുള്ളതിനേക്കാൾ കൂടുതൽ വ്യക്തികളെ കുറിച്ചാണ്, പീപ്പിൾ ഓറിയന്റഡ് ആയിരുന്നു സോഷ്യൽ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. ഇതൊരു പക്ഷേ അവരെ സഹായിക്കാൻ വേണ്ടി ചെയ്യുമ്പോഴും പല സന്ദർഭങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരിൽ നിന്ന് സമൂഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഒരു മാർഗം കൂടിയായിട്ടാണ് അന്ന് ഈ വർക്ക് തുടങ്ങിയത്. അതായത് ഒരു പ്രത്യേക അസുഖമുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി അവരെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി താമസിക്കുന്നു.
കോൺസെപ്റ്റ് ആദ്യഘട്ടത്തിലൊക്കെയാണ്. പക്ഷെ മറ്റൊരു തരത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് മറ്റുള്ളവരെ ഇത് ബാധിക്കാതിരിക്കാൻ വേണ്ടി ഇവരെ മാറ്റി നിർത്തുന്നു. അങ്ങനെ തുടങ്ങിയ ഒരു സോഷ്യൽ ഇന്റർവെൻഷൻ, പീപ്പിൾ ഓറിയന്റഡ് ആയിട്ടുള്ള സോഷ്യൽ വർക്ക് പിന്നീട് കൂടുതൽ വളണ്ടിയേഴ്സിനെ, ആ ചെയ്യുന്നവർക്ക് അതിന്റെ സംതൃപ്തി കണ്ടെത്താനും ലഭിക്കുന്ന ആളുകളുടെ സന്തോഷം കാണുന്ന സമയത്ത് ആ സന്തോഷത്തിന്റെ ഒരു ട്രാൻസ്ഫറൻസ് സംഭവിക്കാനും ഒക്കെ തുടങ്ങിയ സമയത്ത് കൂടുതൽ വളണ്ടിയേഴ്സ് ഉണ്ടായി. ആ വളണ്ടിയറിങ്ങിൽ ആദ്യഘട്ടത്തിൽ റിലീജിയൻ വലിയൊരു ഘടകമായിരുന്നു. ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ അല്ലെങ്കിൽ മതത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ വേണ്ടിയിട്ട് ഈ വളണ്ടിയറിങ് കൂടുതലാവുകയും ആ റിലീജിയന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സപ്പോർട്ട് എന്നിലൂടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് റിലീജിയസ് ആയിട്ടുള്ള ഒരു കളറോട് കൂടിയിട്ടാണ് വർക്കുന്നത്. പിന്നീടാണ് ഏതൊരു ഘട്ടത്തിൽ സ്റ്റേറ്റ് ഇതിലേക്ക് കടന്നു വരികയും സ്റ്റേറ്റിന്റെ ഒരു സഹായ ഉപകരണമായിട്ട് ഈ വളണ്ടറി ഓർഗനൈസേഷൻസ് വരെയൊക്കെ ചെയ്യുന്നത്. സോഷ്യൽ സർവീസ് ഒരു ഘട്ടത്തിൽ വളണ്ടിയേഴ്സിന്റെ ഒരു പാഷൻ പോലെ ഈശ്വരന് വേണ്ടി അല്ലെങ്കിൽ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു വിധത്തിൽ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് മനുഷ്യ സമുദായത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞിരുന്ന ആ കോൺസെപ്റ്റ് പിന്നീട് വളർന്നു വരികയും അത് ഇൻഡിവിജ്വൽസിൽ നിന്ന് സോഷ്യൽ ഗ്രൂപ്പ്സ് ഏറ്റെടുക്കുകയും ചെയ്യാം. റിലീജിയസ് ഗ്രൂപ്പുകൾ പോലെ തന്നെ റൂളിംഗ് ക്ലാസ് അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ, അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് ഇത്തരം ഗ്രൂപ്പുകളെ, റിലീജിയസ് ഗ്രൂപ്പുകൾ വന്ന റിലീജിയസ് ഗ്രൂപ്പും റൂളിംഗ് ക്ലാസ്സും തമ്മിൽ വലിയ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഈ റിലീജിയസ് ഗ്രൂപ്പിലൂടെ റൂളിംഗ് ക്ലാസ് സഹായത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സഹായങ്ങൾ എത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. പിന്നീടാണത് ഹെൽപ്പിംഗ് പീപ്പിൾ ടു ക്രിയേറ്റ് എ വെൽഫെയർ സ്റ്റേറ്റ്. ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ സ്റ്റേറ്റിന്റെ പുരോഗതി അവിടെയുള്ള ആളുകളെ മുഴുവൻ പുരോഗതിയുമായി ബന്ധപ്പെടുത്തണം. അവിടെ അസംതൃപ്തരായ ആളുകൾ ഉണ്ടാകുന്ന സമയത്ത് സ്റ്റേറ്റിന്റെ വെൽഫെയർ പൂർണ്ണമാവില്ല എന്നൊക്കെയുള്ള ധാരണയിലാണ് ഇത് കൂടുതൽ ഓർഗനൈസ്ഡ് ആയിട്ട് സോഷ്യൽ വെൽഫെയറിലേക്കും പിന്നീട് സോഷ്യൽ റിഫോർമേഷനിലേക്കും സോഷ്യൽ ഓർഗനൈസേഷനിലേക്കും പിന്നീട് ഒരു ഘട്ടത്തിൽ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എന്നുള്ള കോൺസെപ്റ്റിലേക്കൊക്കെ മാറുന്നത്. ആ അവസാന ഘട്ടത്തിലേക്കാണ് ഗവൺമെന്റ് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ പിന്നീട് ഗവൺമെന്റേതര സംഘടനകൾ, NGOs എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഏറ്റെടുക്കുന്നത് നമ്മൾ കാണുന്നു. ഇത് പലപ്പോഴും അക്കാഡമിക് ഏരിയയിൽ ഭാരതീയമായിട്ടുള്ള ഇതിൻ്റെ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് പലപ്പോഴും ചർച്ച നടക്കാറില്ല. എല്ലാം വെസ്റ്റിൽ നിന്ന് നമുക്ക് കോൺസെപ്റ്റ്സ് ആയിട്ട് കിട്ടുന്നു, നമ്മൾ അത് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പക്ഷെ ഭാരതീയമായ രീതിയെക്കുറിച്ച് ഇടയ്ക്ക് ചില പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് അവിടെ വ്യക്തമായിട്ട് പറയുന്ന ചില സന്ദേശങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്. അത് ചുരുക്കി പറയുകയാണെങ്കിൽ ന കർമ്മണ ന പ്രജയാധനേന ത്യാഗേനയ്ക്ക് അമൃതത്വമാനുഷു ഉപനിഷത് വാക്യമാണ്. കർമ്മം കൊണ്ടോ മക്കളുടെ മുഖേനയോ സമ്പത്ത് കൊണ്ടോ ഒരിക്കലും അമരത്വം നേടാൻ കഴിയില്ല. അത് നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളത് നിങ്ങൾ ത്യജിക്കാൻ തയ്യാറാവണമെന്ന് പറയുന്നൊരു സന്ദേശം. അവിടെയാണ് ധർമ്മം എന്നുള്ളൊരു വാക്കും യജ്ഞഭാവന എന്ന് പറയുന്നതും ദാനത്തിനെ കുറിച്ചും സേവനത്തിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. അതിൻ്റെയും അടിസ്ഥാനം ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരത്വത്തിന്റെ ആവിഷ്കാരമാണ്. ഈശാവാസ്യമിതം സർവം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പൊ നമ്മൾ മറ്റൊരാളെ സേവിക്കുന്ന സമയത്ത് മാനവസേവ, മാധവസേവ എന്നൊക്കെ പറഞ്ഞു വരുന്ന രീതിയിൽ വ്യക്തിയെ പൂജിക്കുന്ന സമയത്ത് ഈശ്വരനെ തന്നെയാണെന്നൊക്കെ പറയുന്ന ഒരു ആദ്യകാലത്തെ ആചാര്യന്മാർ പറഞ്ഞ കുറെ സന്ദേശങ്ങൾ ഭഗവത്ഗീതയിൽ കൃത്യമായിട്ട് പറയുന്നു. ത്യാഗം ചെയ്ത് യജ്ഞഭാവനയോടുകൂടി ഒരു കർമ്മം ചെയ്തിട്ട് അതിൻ്റെ ഫലമാണ് നമ്മൾ കഴിക്കുന്നത്. അവനവന് വേണ്ടി മാത്രം ഭക്ഷണം പാചകം ചെയ്യുന്നയാള് പാപം തന്നെയാണ് കഴിക്കുന്നത് എന്ന് പറയാം. ഇപ്പൊ അന്നക്കാലത്ത് പാപം എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഒരു പൊട്ടവാക്ക് എന്നുള്ള അർത്ഥത്തിലാണ്. അവനവന് വേണ്ടി മാത്രം ഭക്ഷണം പാചകം ചെയ്യുന്നത്, അങ്ങനെ ഒരാള് പാപമാണ് കഴിക്കുന്നത് എന്ന് പറയാം. പിന്നീട് പഞ്ചഋണങ്ങളെ കുറിച്ചൊക്കെയുള്ള ചർച്ചയും നമ്മളവിടെ കാണുന്നുണ്ട്. ആ കാലഘട്ടം കഴിഞ്ഞ് ചരിത്ര കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് കോൺട്രിബ്യൂഷന് ഒരു വെർച്യു ആയിട്ട് അല്ലെങ്കിൽ ദാനം പരമമായ ധർമ്മം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വരും. അപ്പൊ അത്തരത്തിൽ വർക്ക് തുടങ്ങുന്ന ആളുകൾ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നുണ്ട്, താൽക്കാലികമായിട്ട് അന്നത്തെ ഡിമാൻഡ്സ് അല്ലെങ്കിൽ നീഡ്സ് വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നു. ഭക്ഷണത്തിന്റെ, താമസത്തിന്റെ, പിന്നീട് വസ്ത്രത്തിന്റെ എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും അടിസ്ഥാനപരമായ ഇമ്മീഡിയറ്റ് ആവശ്യങ്ങൾ, അതിനു വേണ്ടിയുള്ള സേവനമായിരുന്നു. അടുത്ത ഘട്ടത്തിൽ ഇത് ഈ സോഷ്യൽ ചേഞ്ച് ടേക്സ് ടൈം. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ മാത്രമായിട്ട് സാധ്യമാവില്ല. അതൊരു ദീർഘകാല പദ്ധതികൾ ആവശ്യമുണ്ടെന്നും അത് സ്വന്തം ചുറ്റുപാടുകളിൽ മാത്രമല്ല ലാർജർ കമ്മ്യൂണിറ്റിയിലേക്ക് ഇത് വ്യാപിക്കണം എന്നും തിരിച്ചറിയുന്ന സമയത്താണ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ വർക്ക് ഉണ്ടാകുന്നത്.
അതിന്റെ ഘട്ടങ്ങളിലാണ് നമ്മൾ കാണുന്നത് സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഏരിയ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് കാണുന്നു. അതിൽ പ്രത്യേക ഡിഗ്രികൾ ഉണ്ടാവുന്നു. സോഷ്യൽ സയൻസസിന്റെ ഓരോ വിഭാഗങ്ങളും പിന്നീട് ഡിഗ്രികളായിട്ട് മാറുന്നുണ്ട്. അതിലൊക്കെ റിസർച്ചിനുള്ള സാധ്യതകൾ അത് വളരെ വിശദമായിട്ട് കഴിഞ്ഞ സെഷനിൽ പറയേണ്ട റിസർച്ചിന്റെ സാധ്യതകൾ ഉണ്ടാവും. ഇതെല്ലാം ചേർന്ന് സങ്കല്പിക്കുന്നത് ഈ സോഷ്യൽ വർക്കിന്റെ രംഗത്തേക്ക് വരുന്ന ആളുകൾ അവരുടെ അറിവുകൾക്കൊപ്പം അവരുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യണം. ഇത് ഈ കഴിവുകൾ എന്ന് പറയുന്ന സ്കിൽ സെറ്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഞങ്ങളുടെ മുന്നിലൊക്കെ വരുന്ന അപ്ലിക്കേഷൻസ് ഉണ്ടാവും. പരിചയപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ ബയോഡാറ്റയോ പ്രൊഫൈലോ കൊണ്ടുവരുന്ന സമയത്ത് ഒരു കോളേജിൽ നിന്ന് ഒരു 5 പേര് ആണെങ്കിൽ 5 പേരും ഒരേ സ്കില്ലുകളായിട്ടും എഴുതിയിട്ടുണ്ടാവാം. ഏതൊക്കെയാണോ ക്ലാസ് റൂമിൽ പഠിപ്പിച്ചത്, എമ്പതി, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ് എന്നിട്ട് കൃത്യമായിട്ട് അതേ ഓർഡറിൽ തന്നെ. അപ്പൊ ഞാൻ ചിലപ്പോൾ ഒന്നിലധികം കുട്ടികൾ ഒരുമിച്ച് വരുമ്പോൾ അവരോട് ചോദിക്കാണ്, എനിക്ക് ഇതിന്റെ ഓർഡറെങ്കിലും മാറ്റി എഴുതിക്കൂടെ എന്ന് ചോദിക്കും. അപ്പൊ അത് കോപ്പി പേസ്റ്റ് എന്ന് പറയുന്നത് പോലെ അത് ക്ലാസ് റൂമിൽ കേട്ടതായാലും അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തായാലും സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് പ്രായോഗിക തലത്തിലുള്ളതൊന്നാണ്. അതിന് ഉപയോഗിക്കാൻ തയ്യാറാവുന്ന വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വേറെയാണ്. അപ്പോൾ ഈ സ്കിൽ സെറ്റും നോളജും ആറ്റിറ്റ്യൂഡും സോഷ്യൽ വർക്കിൽ ജെന്യുവൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റും ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കരിയറിനെ കുറിച്ച് പിന്നീട് ബോധർ ചെയ്യേണ്ടി വരില്ല. ഇപ്പൊ ഇന്നലെ ധാരാളം ജോലി സാധ്യതകളെ കുറിച്ച് നാഷണൽ ഇന്റർനാഷണൽ ലെവലിലുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ NGO സെക്ടറിൽ ഇത്രയും കാലമായിട്ട് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാതെ കുറച്ച് പേർക്കെങ്കിലും ജോലി കൊടുക്കാൻ കഴിഞ്ഞ ഒരു സോഷ്യൽ എന്റർപ്രണർ എന്നുള്ള നിലയ്ക്ക് പറയുകയാണെങ്കിൽ അറിവും സ്കിൽ സെറ്റും ആറ്റിറ്റ്യൂഡും ജെനുവിൻ ഇൻട്രസ്റ്റും ഉള്ള സോഷ്യൽ വർക്കിനെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയർ എന്നുള്ളത് അവർ ഒട്ടും തന്നെ ബോധർ ചെയ്യേണ്ടാത്ത സാധ്യതകളുള്ള ഒരു ഏരിയയാണ്. കരിയറിലേക്ക് സോഷ്യൽ വർക്ക് ഒരു കരിയറായിട്ട് സ്വീകരിക്കുന്ന സമയത്ത് ഡിഗ്രിയും എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതേ സമയത്ത് നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി സാധ്യതകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ആത്മാർത്ഥതയുള്ള എൻ്റെ ചുറ്റുമുള്ള സഹജീവികളോട് ഞങ്ങൾ പറയാ സോഷ്യൽ വർക്കർക്ക് വേണ്ട ഏറ്റവും നല്ലൊരു ഗുണമായിട്ട് ഞങ്ങൾ കാണുന്നത് കമ്പാഷനാണ്. സഹജീവി സ്നേഹം എന്നൊക്കെ പറയില്ലേ, എമ്പതിയേക്കാളൊക്കെ മേലെയാണ് അത്. ആ നാച്ചുറൽ ആയിട്ട് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ക്വാളിറ്റി നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നോളജ് ഹെൽപ്സ് യു റിയലൈസ് ദ വാട്ട് ഓഫ് ഡൂയിങ്. എന്താ ചെയ്യേണ്ടത്, നോളജ് എങ്ങനെയാ ചെയ്യേണ്ടത്, വേ ഓഫ് ഡൂയിങ്, സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്, വൈ ഓഫ് ഡൂയിങ്, ആൻഡ് ടാലന്റ്, ഗ്രേസ് ഓഫ് ഡൂയിങ്, ഹൗ യു ഡു ദ സോഷ്യൽ വർക്ക്. ജസ്റ്റ് ഒരു പുതിയ ബ്യൂറോക്രാറ്റിനെ സൃഷ്ടിക്കുകയാണോ നമ്മൾ ചെയ്യാം? ഇപ്പൊ ഉദാഹരണം ഒരു NGO എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് റൺ ചെയ്യുമ്പോൾ ഇന്ന് ആ പ്രോജക്റ്റിൽ ഇൻസ്പെക്ഷൻ നടത്താനും അവിടെ റിപ്പോർട്ട് എഴുതി വയ്ക്കാനും അധികാരമുള്ള ഏറ്റവും ചുരുങ്ങിയത് 17 ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ, കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയുമായി 17ഓളം ഡിപ്പാർട്ട്മെന്റുകൾക്ക് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൽ ഇൻസ്പെക്ഷൻ നടത്താനും അവിടെ കമന്റ് ചെയ്യാനും നടപടി എടുക്കാനും അധികാരമുണ്ട്. ഈ 17ലും ഒരു 10എണ്ണത്തിലെങ്കിലും ചിലപ്പോൾ വരുന്നത് സോഷ്യൽ വർക്കേഴ്സ് ആയിരിക്കും. പക്ഷെ ദേ കം ഫ്രം ദ അതർ സൈഡ്. ഇവരാരും നമ്മളോട് വന്നിട്ട് എന്താണ് നിങ്ങൾക്ക് സഹായം വേണ്ടത്, എങ്ങനെയാണ് നമുക്ക് ഇതിനെ ബെറ്റർ ആക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം ചോദിക്കാനല്ല അവർ വരുന്നത്. അവര് ഇതുണ്ടോ, ഇതില്ലേ, ഇതുണ്ടോ, ഇതില്ലയോ, ഇതിങ്ങനെയാണോ ചെയ്യുന്നത്, ഇതെങ്ങനെയല്ലേ ചെയ്യേണ്ടത്. ആ രീതിയിൽ ഒരു NGO ബ്യൂറോക്രസി റിലേഷൻഷിപ്പ് ഒഴിവാക്കാനായിട്ട് ഈ ആറ്റിറ്റ്യൂഡുള്ള സോഷ്യൽ വർക്കിനെ കുറിച്ച് ധാരണയുള്ള കമ്പാഷനുള്ള ആളുകൾ ഈ 2 വശത്തും ഉണ്ടാവുന്നത് വളരെ വലിയ കാര്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മൾ NGO സെക്ടറിലാണോ വർക്ക് ചെയ്യുന്നത്, ഗവൺമെന്റ് സെക്ടറിലാണോ വർക്ക് ചെയ്യുന്നത്, ഫണ്ടിങ് സെക്ടറിലാണോ വർക്ക് ചെയ്യുന്നത്, ഓക്കെ, വട്ട് എവർ ഇറ്റ് മേ ബി, ദിസ് കോമൺ കമ്പാഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അത് ഈ 3 വിഭാഗത്തിലും ആർക്കെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്ന സമയത്ത് അവരുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റുള്ളവരുടെ കാര്യത്തിലും ഈ പ്രയോജനം ഉണ്ടാവും. NGOസിനെ കുറിച്ച് പറയുമ്പോൾ പലതരത്തിലുള്ള NGOs ഉണ്ടാവും, എക്സ്ട്രീംസ്. പല എക്സ്ട്രീമിലുള്ള NGOസിനെ നമുക്ക് കാണാൻ കഴിയും. അതൊരു റിലീജിയസ് അഫിലിയേഷനോട് കൂടി വർക്ക് ചെയ്യുന്നത്, പൊളിറ്റിക്കൽ താല്പര്യങ്ങളുള്ള NGOs ഉണ്ടാവും. കോർപ്പറേറ്റ്സ് തന്നെ ഇപ്പൊ CSR ഫണ്ടിന്റെ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം കോർപ്പറേറ്റ്സ് തന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള അവരുടെ ഫൗണ്ടേഷൻസ് NGO പോലെ പ്രവർത്തിക്കുന്ന നമുക്കറിയാം. ഒരാളും
ഒറ്റയ്ക്ക് നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനം മുതൽ മൾട്ടിനാഷണൽ ലെവലിൽ പല രാജ്യങ്ങളിലായി പരന്നു കിടക്കുന്ന പ്രൈവറ്റ് NGOസിനെ വരെ നമുക്ക് കാണാൻ കഴിയും. കോർപ്പറേറ്റ് NGOs, അതായത് ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയേക്കാൾ വലിപ്പമുള്ള NGOs, അതുപോലെ സ്റ്റാഫ്, അതുപോലെ ശമ്പളം, അതുപോലെ പ്രവർത്തന ശൈലി, അതുപോലെ ടെക്നോളജി എല്ലാം അഡോപ്റ്റ് ചെയ്തിട്ടുള്ള NGOs ഇന്ത്യയിൽ തന്നെയുണ്ട്. അതേ സമയത്ത് ഒരു മുറിയിലിരുന്നു കൊണ്ട് ചുറ്റുമുള്ള കമ്മ്യൂണിറ്റിയെ ഒറ്റമുണ്ടെടുത്ത് എന്നുള്ള രീതിയിൽ സെർവ് ചെയ്യുന്ന NGOs നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളിൽ അഡ്വക്കസി തൊട്ട് അഗ്രസീവ് ആക്ടിവിറ്റി വരെ, ആശയപ്രചരണം തൊട്ട് ഡയറക്റ്റ് ഡെലിവറി ഓഫ് ബെനിഫിറ്റ്സ് വരെയുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന NGOs നമ്മുടെ നാട്ടിലുണ്ട്. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നൽകുന്ന ആളുകൾ മുതൽ എന്തിനേയും ക്രിട്ടിസൈസ് ചെയ്യുന്ന NGOs നമ്മുടെ നാട്ടിലുണ്ട്. അവയർനെസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന NGOs ഒരേ കാര്യം തന്നെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ട് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ ഒരേ സമയത്ത് പലതരത്തിലുള്ള പ്രോജക്ട്സിൽ ഒരുപോലെ ഇടപെടുന്ന NGOs ഉണ്ട്. ഒരു NGO അതിന്റെ കീഴിൽ മറ്റ് പല NGOs ആയി വർക്ക് ചെയ്യുന്ന, എന്താ പറയുക, അപ്പെക്സ് NGO മുതൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരു വില്ലേജിൽ മാത്രം ഒതുങ്ങി നിന്ന് പുറത്തേക്കുള്ളവർ അറിയാത്ത രീതിയിൽ വർക്ക് ചെയ്യുന്ന, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഗ്രാസ് റൂട്ട് ലെവൽ NGOs ഉണ്ട്. വളരെ പ്രൊഫഷണൽ ആയിട്ട് എല്ലാ കാര്യങ്ങളിലും പ്രൊഫഷണൽസിനെ എൻഗേജ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന NGOs മുതൽ കാഷ്വൽ ആയിട്ട് ഇപ്പോഴും അവരുടെ കുത്തിക്കണക്ക് എന്ന് പറയുന്ന രീതിയിൽ കണക്കെഴുതിക്കൊണ്ട് നടക്കുന്ന NGOs നമ്മുടെ നാട്ടിലുണ്ട്. ധാരാളം ബാങ്ക് ഡിപ്പോസിറ്റും അസറ്റ്സും ഉള്ള NGOs തൊട്ട് അന്നത്തെ കാര്യത്തിന് കടം മേടിക്കുന്ന NGOs വരെ നമ്മുടെ നാട്ടിലുണ്ട്. ഗവൺമെന്റ് ഫണ്ടഡ്, ഇന്റർനാഷണൽ ഫണ്ടഡ്, നാഷണൽ ലെവലിൽ CSR ഫണ്ടഡ്, അല്ലെങ്കിൽ വെഞ്ചർ ഫണ്ടഡ് എന്നൊക്കെ പറയും. അത്തരത്തിൽ പല രീതിയിൽ വർക്ക് ചെയ്യുന്ന NGOs നമ്മുടെ നാട്ടിലുണ്ട്. പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന NGOs നമ്മുടെ നാട്ടിലുണ്ട്. NGOs നടത്തിപ്പുകാരുടെ ബെനിഫിറ്റിന് വേണ്ടി നടത്തുന്ന NGOസും നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാ തരത്തിലുള്ള NGOസും ഉള്ള ഒരു മേഖലയിലേക്കാണ് നിങ്ങൾ ക്ലാസ് റൂമിലെ പ്രൊഫഷണൽ അക്കാഡമിക്സ് ആ ലേണിങ്ങുമായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. മാറി വരുന്നൊരു സാഹചര്യം കൂടി ഒപ്പം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. മുമ്പ് ആർക്കും NGO ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. ഇപ്പോഴും അത്തരത്തിലുള്ള സംഘടനകൾ ഇല്ല എന്നല്ല. പക്ഷേ ഗ്രാൻഡ്സോ അതുപോലെയുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടോ ബെനിഫിറ്റ്സോ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നീതി ആയോഗിന്റെ NGO ദർപ്പൺ രജിസ്ട്രേഷൻ കമ്പൽസറി ആക്കിയിട്ടുണ്ട്. ഒരു തുടക്കം മാത്രമാണ്. അങ്ങനെ ഏതാണ്ട് 20 ലക്ഷത്തോളം സോഷ്യൽ എന്റർപ്രൈസസ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു എന്നാണ് 2016 ഒരു സർവേ ഒക്കെ പറയുന്നത്. അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് തുടങ്ങി ഫോർ പ്രോഫിറ്റ് സോഷ്യൽ എന്റർപ്രൈസ് വരെയുണ്ട്. അങ്ങനെയുള്ള 20 ലക്ഷം NGOസിൽ ഏതാണ്ട് ആവറേജ്, എല്ലാത്തിലും ഒരുപോലെയല്ല, പക്ഷേ ആവറേജ് 19 ഫുൾ ടൈം എംപ്ലോയീസിനെ വരെ എൻഗേജ് ചെയ്യുന്നുണ്ടെന്നാണ്. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് 38 മില്യൺ ജോബ്സ്. ഇത്രയും അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു രാജ്യത്ത് 38 മില്യൺ ജോബ്സ് എന്ന് പറയുന്നത് NGO സെക്ടറിന്റെ അല്ലെങ്കിൽ നോൺ ഗവൺമെന്റൽ സെക്ടറിന്റെ സോഷ്യൽ സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് പറയുന്നത്. അതിന്റെ ഒരു സാധ്യത മനസ്സിലാക്കും. ഈ കാലം മാറി വരുന്ന സമയത്ത് ഏതാണ്ട് 34 NGOs എന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്ക്. 34 ലക്ഷം NGOs എന്നാണ് കണക്ക്. ആ 34 ലക്ഷത്തിൽ 2,20,000-ലധികം ടാക്സ് എക്സംപ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതായത് ഓൾമോസ്റ്റ് ഒരു 2.5 ലക്ഷത്തിനടുത്ത് ടാക്സ് എക്സംപ്ഷൻ മേടിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. 20,000-ലധികം FCRA അപ്രൂവ്ഡ് NGOs ഉണ്ട്. FCRA എന്ന് പറയുമ്പോൾ ഫോറിൻ ഫണ്ട് റിസീവ് ചെയ്യാൻ അധികാരമുള്ള NGOs ഉണ്ട്. ഏതാണ്ട് 2 ലക്ഷത്തോളം NGOs ആണ് ഇപ്പൊ NGO ദർപ്പണിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 53 ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഈ NGO ദർപ്പൺ വഴിക്ക് ഫണ്ടിങ്, ഗ്രാൻഡ്സ്, ഇങ്ങനെയുള്ള പ്രോജക്ട്സ് ചെയ്തുകൊണ്ടിരിക്കും. അത് അവൈൽ ചെയ്യുന്ന NGO ദർപ്പണിൽ രജിസ്റ്റർ ചെയ്ത് 2 ലക്ഷത്തോളം NGOs ഉണ്ട്. അതിൽ ഏതാണ്ട് 30,000-നടുത്ത് NGOs ഉത്തർപ്രദേശിൽ മാത്രമാണ്. മഹാരാഷ്ട്രയിലും 30,000-ന്റെ അടുത്തുണ്ട്. ഡൽഹിയിൽ 15,000 ഉണ്ട്. വെസ്റ്റ് ബംഗാളിൽ 15,000 ഉണ്ട്. കേരളത്തിൽ ഏതാണ്ട് 6,000-ഓളം NGOs നീതി ആയോഗിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ, 38 ലക്ഷം ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്ന NGOസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ മാറി വരുന്ന സാഹചര്യങ്ങളിൽ NGOസിനെ പഴയ രീതിയിലുള്ള ഒരു സോഷ്യൽ സർവീസ് ഓർഗനൈസേഷനായിട്ട് അല്ലെങ്കിൽ ചാരിറ്റി ഓർഗനൈസേഷനായിട്ട് മാറി നിൽക്കാൻ സാധ്യമല്ല.
പഴയ ഫണ്ടിങ് പാറ്റേണിലൊക്കെ ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാവും. ലീഗൽ ഒബ്ലിഗേഷൻസ് ഒട്ടനവധി മാറി വരുന്നു. കംപ്ലയൻസ് റിക്വയർമെന്റ്സ് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് ഓരോ NGOയും കൂടുതൽ പ്രൊഫഷണൽ ആകേണ്ടി വരുന്നു എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. കൂടുതൽ പ്രൊഫഷണൽ ആകാന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൂടുതൽ പ്രൊഫഷണൽസിനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടെന്ന് അർത്ഥം. അത് രണ്ടു തരത്തിലും, ഒരു ജോബ് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിലും സോഷ്യൽ വർക്ക് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് NGO സെക്ടർ ഈസ് അട്രാക്റ്റീവ്. അതല്ല, നമ്മളുടെ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സോഷ്യൽ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി another NGO which might create wonderful results. പക്ഷെ അതിൽ തീർച്ചയായിട്ടും മാനേജ്മെന്റിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുന്നവർക്ക്, അതിൽ പ്രൊഫഷണലിസം കൊണ്ടുവരുന്ന ആളുകൾക്ക് നാളെ നിലനിൽക്കാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ. കാരണം അത്രയും ലീഗൽ കംപ്ലയൻസ് NGO സെക്ടർ ഫുൾഫിൽ ചെയ്യേണ്ടി വരുന്ന ഒരു രംഗമാണ് ഇപ്പോഴുള്ളത്. അതിൽ നമുക്ക് ഈ പറയുന്ന അക്കാഡമിക്കിലോ അല്ലെങ്കിൽ അക്കാഡമിക്സിലോ റിസർച്ചിലോ പറയുന്ന എല്ലാ കാര്യങ്ങളും, ടെക്നോളജിയിൽ വരുന്ന എല്ലാ ഡെവലപ്മെന്റ്സും, ഫിനാൻഷ്യൽ സെക്ടറിൽ വരുന്ന മാറ്റങ്ങൾ, ലീഗൽ സെക്ടറിൽ വരുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം അടുത്ത കാലത്ത് വളരെ കൂടുതലായി NGO സെക്ടറിനെയും ബാധിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇനി മുന്നോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലീഗൽ ഒബ്ലിഗേഷൻസ്, രജിസ്ട്രേഷൻസ്, ട്രാൻസ്പെറൻസി പോലെയുള്ള എല്ലാ കാര്യങ്ങളും NGO സെക്ടറിന് ഒരു പക്ഷേ ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് പോലെ തന്നെ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡോക്യുമെന്റേഷന്റെയും ഫയലിങ്ങിന്റെയും ഒക്കെ അക്കൗണ്ടബിലിറ്റി ഒരു തരത്തിൽ കോർപ്പറേറ്റ്സിനൊക്കെ ഇമ്പോസ് ചെയ്യുന്ന ഫൈൻ പോലെ NGO സെക്ടറിലും നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യമല്ലേ എന്ന് തിരിച്ചു ചോദിച്ചിട്ട് കാര്യമില്ല. അത് ചെയ്യുന്നതിനുള്ള രീതി ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന, ഗവൺമെന്റിന്റെ ലീഗൽ ഒബ്ലിഗേഷൻസ് അനുസരിച്ചുകൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. ഒരു വൺ ടൈം സോഷ്യൽ ആക്ടിവിറ്റിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ ഓർഗനൈസ്ഡ് ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് തന്നെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടബിലിറ്റി, ലീഗൽ കംപ്ലയൻസ് എല്ലാം വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരു മേഖലയാണ് NGO സെക്ടർ എന്ന് പറയുന്നത്. റിസോഴ്സ് മൊബിലൈസേഷനും ക്യാഷ് ട്രാൻസാക്ഷനും ഒക്കെ കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആയി വരികയാണ്. പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും, കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ ധാരാളം ഏജൻസികളുടെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റിസീവ് ചെയ്യാനുള്ള ലൈസൻസ് ഇല്ലാതെയാവുന്നു. അവരുടെ ഓഡിറ്റിങ്ങിൽ ഗവൺമെന്റ് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നു. ടാക്സ് ബെനിഫിറ്റ്സിന്റെ കാര്യത്തിലും കൃത്യമായിട്ട് അക്കൗണ്ടിങ്, കൃത്യസമയത്തുള്ള അക്കൗണ്ടിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യപ്പെടുന്നു. എക്സ്പെൻസസിന്റെ കാറ്റഗറി അത് റിപ്പോർട്ട് ചെയ്യുന്ന ഓഡിറ്റേഴ്സിനെ കൂടി റെസ്പോൺസിബിൾ ആക്കിക്കൊണ്ട് രീതികൾ പരിഷ്കരിക്കപ്പെടുന്നു. FCRAയുടെ നിയമങ്ങൾ കൂടുതൽ സ്ട്രിക്റ്റ് ആവുന്നു. അതിന്റെ ഫണ്ട് ചെലവഴിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ നിയന്ത്രണം വരുന്നു. ഗവൺമെന്റ് ഗ്രാൻസിന്റെ കാര്യത്തിലൊക്കെ PFMS എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ സിസ്റ്റം ഫോളോ ചെയ്യേണ്ടി വരുന്നു NGOസിന്. ഇതെല്ലാം മുന്നോട്ട് പോകുന്ന സമയത്ത് ലൂസ് ആവോ കൂടുതൽ സ്ട്രിക്റ്റ് ആവോ എന്ന് ചോദിച്ചാൽ സാധ്യത കൂടുതൽ സ്ട്രിക്റ്റ് ആൻഡ് റിജിഡ് ആവുന്നതിനാണ്. അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോ ഒരു പക്ഷേ മുമ്പ് സോഷ്യൽ സർവീസിൽ കിട്ടിയിരുന്ന ഒരു രസം എന്ന് പറയുന്നതിന് പകരം ഒരു കോർപ്പറേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നതിന്റെ പ്രഷർ ധാരാളമായിട്ട് ഇതിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. സോഷ്യൽ ഇന്നോവേഷൻസും സോഷ്യൽ എന്റർപ്രണർഷിപ്പ് ഒക്കെ ഞാനീ പറയുന്ന സാമൂഹ്യ സേവന രംഗത്തിന് പുറമേയുള്ള സോഷ്യൽ പ്രോജക്ട്സ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഈവൻ സോഷ്യൽ മേഖലയിലുള്ള സ്റ്റാർട്ടപ്സ് ആയാലും, സ്കിൽ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ, വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ, ഡീപ് ക്ലീനിങ്ങിന്റെ കാര്യത്തിൽ, വാട്ടർ മാനേജ്മെന്റ്, ഇതൊക്കെ ധാരാളം ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും ഈ സോഷ്യൽ സെക്ടറിലേക്ക് കടന്നു വരുന്നു. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ദയനീയമായി ചെറിയ വരുമാനത്തിൽ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് അവിടെയും ഈ കോർപ്പറേറ്റ് എംപ്ലോയീസിനെ പോലെ ഉള്ള സ്റ്റാറ്റസും അതുപോലെയുള്ള വരുമാനവും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവുന്ന ഒരു സിനേറിയോ ആണ് ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്. എസ്പെഷ്യലി എഡ്യൂക്കേഷന്റെ മേഖലയിൽ, ഹെൽത്തിന്റെ മേഖലയിൽ, സ്കിൽ ഡെവലപ്മെന്റിന്റെ മേഖലയിൽ, ഫിനാൻഷ്യൽ സർവീസസിന്റെ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് പോലെയുള്ളതിന്റെ മേഖലകളിൽ, എനർജി ആൻഡ് ക്ലീൻ ടെക്നോളജി, എൻവയോൺമെന്റ്, ഇങ്ങനെയുള്ള മേഖലകളിൽ, ലൈവ്ലിഹുഡിന്റെ മേഖലയിൽ, ഫുഡ് ആൻഡ് ന്യൂട്രീഷന്റെ മേഖലയിൽ ഒക്കെ ധാരാളം വളരെ വലിയ NGOs ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ധാരാളം ആ രീതിയിലുള്ള NGOസിന് പല ഏരിയകളിലും പല സെക്ടറുകളിലും ഇന്നും സ്പേസ് ഉണ്ട്. അത് ഫ്യൂച്ചറിലേക്ക് വരുന്ന സമയത്ത് ഔട്ട്സോഴ്സിംഗ് എന്നുള്ളൊരു കൾച്ചർ അത് കൂടുതൽ
പ്രയോജനകരമായിട്ട് NGOസിന് ഉപയോഗപ്പെടുത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷെ വളരെ അവെയർ ആയിരിക്കേണ്ട, അലർട്ടായിരിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ രീതിയോ ഇന്നത്തെ സെക്ടറോ ആയിരിക്കില്ല ചിലപ്പോൾ നാളെ സാധ്യതകൾ ഉണ്ടാക്കി വെക്കുന്നത്. ആ ഒരു ഫ്ലെക്സിബിലിറ്റി NGOസിന്റെ ഒരു വലിയ ചാലഞ്ചായിട്ട് ഇപ്പൊ നിൽക്കുകയാണ്. ഇപ്പൊ ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾ തന്നെ തുടർന്നും ചെയ്യുക, മറ്റൊന്നും ഞങ്ങൾ ചെയ്യില്ല എന്ന് പറയുന്ന രീതിയിൽ ഇനി മുന്നോട്ട് പോയില്ല. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ചൈൽഡ് ലൈൻ പോലെ അഖിലേന്ത്യാ തലത്തിൽ വ്യാപിച്ച് പ്രവർത്തനം നടത്തിയിരുന്ന ഒരു NGO, ആ ചൈൽഡ് ലൈനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്ന ഏതാണ്ട് 650ഓളം NGOs ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, ഗവൺമെന്റിന്റെ ഒരു തീരുമാനം വന്ന സമയത്ത് ചൈൽഡ് ലൈനിന്റെ പ്രവർത്തനം അതാത് സംസ്ഥാന ഗവൺമെന്റുകളെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഫലം, ഈ 600-ലധികമുള്ള NGOs വളരെ ചെറിയ ഒരു തീരുമാനം വരുന്ന സമയത്ത് വലിയ ഇമ്പാക്റ്റ് അനുഭവിക്കേണ്ടി വരികയാണ്. അവരുടെ ഒരു മേജർ പ്രവർത്തനങ്ങൾ പലരുടെയും ഇതായിരുന്നു. ഈ വർഷം 600 പേരെയും ആ ഒരു മേഖലയിൽ നിന്ന് മാറണം. അവർ പുതിയ മേഖലകൾ കണ്ടെത്തേണ്ടി വന്ന NGOs അതിൽ ധാരാളം ഉണ്ടാവും. ഈ NGO സെക്ടറിലേക്ക് ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള രീതികൾ മാത്രമല്ല, പുതിയ പുതിയ സെക്ടേഴ്സും അൺഫോൾഡ് ചെയ്ത് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് സ്കിൽ ഡെവലപ്മെന്റ് മേഖലയിൽ ഉണ്ടായ ഒരു മാറ്റം, അത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, കോർപ്പറേറ്റ് ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്കിൽ ഡെവലപ്മെന്റ് മേഖലയിലൊക്കെ വന്നിട്ടുള്ള സാധ്യതകൾ ഒട്ടനവധിയാണ്. അതുപോലെ CSR പോലെയുള്ള, അത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിന്റെ അവൈലബിലിറ്റി വരുന്ന സമയത്ത് കോർപ്പറേറ്റ് പ്രവർത്തനത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ പ്രവർത്തിക്കേണ്ടി വരുന്ന NGOs, അവരുടെ മുന്നിലും പല പുതിയ സാധ്യതകളും ഉണ്ടായി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മൾ ഈ എഡ്യൂക്കേഷന് ശേഷം ജോലി അന്വേഷകരാവുക എന്നുള്ളത് മാത്രമല്ല, എസ്പെഷ്യലി ഒരു ക്ലാസ് റൂമിൽ 10-20 കുട്ടികൾ ഒരുമിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ 4-5 പേർക്ക് നമ്മളാണ് ഒരു ലീഡർഷിപ്പ് റോളിൽ പുതിയൊരു NGO തുടങ്ങാൻ പോകുന്നത് തീരുമാനിച്ചാൽ, അതിനുള്ള സപ്പോർട്ട് നിങ്ങളുടെ അക്കാഡമിയിൽ നിന്ന് കിട്ടിയാൽ തീർച്ചയായിട്ടും വളരെ സെൽഫ് റെസ്പെക്റ്റോടുകൂടി, ഡിഗ്നിറ്റിയോടുകൂടി സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്ക് പ്രൊഫഷണലായിട്ട് കടന്നു വരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷേ ദിസ് ഇസ് ഔട്ട് ഓഫ് സിലബസ്. സിലബസിന്റെ അകത്ത് മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ഈ സാമൂഹ്യ പ്രവർത്തന രംഗത്തിന് നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ പലതരത്തിൽ വിസിറ്റ് ചെയ്യുന്ന കുട്ടികളോട് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ അടുത്ത ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എയിം എന്താ? വലിയൊരു ശതമാനം വിദേശത്ത് പോവുക, സ്വാഭാവികം. വിദേശത്ത് എന്താ ചെയ്യാൻ വേണം? പലതരത്തിലുള്ള വർക്കുകൾ. അതിവിടെ ചെയ്യാൻ തയ്യാറുണ്ടോ? ഇല്ല. ദേ ആർ പ്രെജുഡീസ്ഡ്. ഇവിടെ നമുക്കത് പ്രൊഫഷണലായിട്ട് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ചിന്തിക്കേണ്ടതല്ലേ? ഈ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് സ്റ്റുഡൻസ് അല്ലാതെ ആരാണ് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നത്? ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്താം. NGOസിനെ കൂടുതൽ പരിചയപ്പെടാനായിട്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടാം. ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റ് പോലെ പഠനം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ടെമ്പററി ജോലിയിലേക്കൊക്കെ ധാരാളം NGOs ഒരു പക്ഷേ നിങ്ങളെ ഇഷ്ടപ്പെട്ട് വിളിക്കുന്ന അവസ്ഥ ഉണ്ടാവും. നിങ്ങൾക്ക് NGOസിന്റെ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെട്ട് അവിടെ വളണ്ടിയറിംഗ് ആയി തുടങ്ങിക്കൊണ്ട് നിങ്ങളെ ട്രെയിനി ആയിട്ടോ നിങ്ങളെ പിന്നീട് ജോലിക്ക് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത സാധ്യതകൾ ഇന്നത്തെ രംഗത്ത്. കാരണം കൂടുതൽ പ്രൊഫഷണലിസം ആവശ്യമായി വരുന്നു. എവിടെയൊക്കെയാണ് നമ്മൾ ഈ NGOസിനെ ഇന്ററാക്ട് ചെയ്യാൻ അവസരം കിട്ടുന്നത്? നമ്മുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒബ്സർവേഷൻ വിസിറ്റ്, കൺകറന്റ് ഫീൽഡ് വർക്ക്, ഇന്റേൺഷിപ്പ്, ഫീൽഡ് പ്ലേസ്മെന്റ്, ട്രെയിനിഷിപ്പ് ഓർ ഫെലോഷിപ്പ് offered by the NGOs, volunteering opportunity offered by the NGOs, then career സാധ്യതകൾ, ഒപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ മേഖലയിൽ ഒരു അടയാളം ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള ലീഡർഷിപ്പ് റോൾ, ഇതൊക്കെ നമ്മളുടെ മുന്നിൽ ഓപ്പൺ ആണ്. ഫീൽഡ് പ്ലേസ്മെന്റിലേക്കൊക്കെ വരുന്ന സമയത്ത് ഒരു ഫീഡ്ബാക്ക് എന്നുള്ള നിലയ്ക്ക് ഒരു NGO സെക്ടറിലുള്ള ഒരു പെർസ്പെക്റ്റീവ് നിലയ്ക്ക് പറയുകയാണെങ്കിൽ, ഹംബിൾ റിക്വസ്റ്റ് വുഡ് ബി ഓപ്പൺ. നമ്മളുടെ ക്ലാസ് റൂം അല്ല NGOs ഫങ്ഷൻ ചെയ്യുന്ന ഫീൽഡ് എന്ന് പറയുന്നത്. അവിടെ പുതിയ അനുഭവങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പോകുന്നത്. അവിടെ ചെല്ലുക, ഒബ്സർവൻല് നോക്കി കണ്ട് പഠിക്കാനല്ലേ നമ്മൾ പോകുന്നത്. ചെയ്ത് പഠിക്കാനുള്ള അവസരമല്ലേ, പഠിച്ചു വളരാനുള്ള അവസരമല്ലേ, ആ രീതിയിൽ നമ്മൾ ഇതിനെ കാണും. തീർച്ചയായിട്ടും അങ്ങനെ ജെന്യുവിനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്ന കാൻഡിഡേറ്റ്സിനെ നമ്മൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഞങ്ങളുടെ NGOയിലോ മറ്റ് NGOസിലോ ഒക്കെ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ വിളിക്കുന്ന അവസരം ഉണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് അവിടെ നിന്ന് കിട്ടുന്ന റെഫറൻസ് മറ്റ് ജോലി സാധ്യതകളിലേക്കും നിങ്ങൾ നയിക്കും. എല്ലാം പക്ഷേ ഈ പറയുന്ന പോലെ സ്മൂത്ത് ആണെന്ന് വെച്ചാൽ പലപ്പോഴല്ല. കാരണം എന്താ, കുറച്ച് മുന്നൊരുക്കം നമ്മുടെ ഭാഗത്ത് നിന്ന് ആവശ്യമുണ്ട്.
ഡു യുവർ ഹോംവർക്ക് അബൌട്ട് ദ NGO that you are approaching. ഇവിടെ വന്നിട്ട് NGOന്റെ പ്രധാനപ്പെട്ട ആളുകളെ കാണുന്ന സമയത്ത് നിങ്ങളുടെ NGOന്റെ പേരെന്താ, ഇത് എപ്പോഴാണ് തുടങ്ങിയത്, ആരാ നടത്തുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പൊ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എവറിത്തിങ് ഇസ് അവൈലബിൾ ഇൻ ദ ഇന്റർനെറ്റ്. സ്വന്തം ഇപ്പൊ ഞങ്ങളുടെ അവിടേക്ക് വരുന്ന പല ആളുകളും ചിലപ്പോൾ വെബ്സൈറ്റ് പോലും കണ്ടിട്ടുണ്ടാവില്ല. ബി പ്രിപ്പയർഡ്. ഏത് NGOനെയാണ് ഞാൻ അപ്രോച്ച് ചെയ്യുന്നത്, അവർ ചെയ്യുന്ന വർക്കുകൾ എന്താ, ആരൊക്കെയാണ് അവിടുത്തെ ടീം, എന്താണ് ഞാൻ അവിടെ പോയി എനിക്കുള്ള സാധ്യതകൾ, അതിനെക്കുറിച്ചൊക്കെ നേരത്തെ ഹോംവർക്ക് ചെയ്യാം. പിന്നീട് അങ്ങോട്ട് പോകുന്ന സമയത്തുണ്ടാവുന്ന ആറ്റിറ്റ്യൂഡിൽ എനി NGO ഈസ് എൻ ഓൺ ഗോയിങ് സിസ്റ്റം. നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്ന സമയത്തല്ലല്ലോ അവരുടെ വർക്ക് തുടങ്ങുന്നത്. ആ ഓൺ ഗോയിങ് സിസ്റ്റത്തിലേക്ക് ഒരു ഷോർട്ട് ടേമിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. എങ്ങനെയാണ് അതുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? യു നീഡ് ടു പ്രിപ്പയർ ഫോർ ദാറ്റ്. പലപ്പോഴും കുറച്ച് സമയം അവിടെ വർക്ക് ചെയ്യാം. 15 ദിവസത്തിൽ അവർ ചോദിക്കും ശരി ഞായർ ഞങ്ങൾ പോയിക്കോട്ടെ, 2 ദിവസം നേരത്തെ പോയിക്കോട്ടെ, 2 ദിവസം വൈകി വന്നോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് ദിവസത്തിൽ വി ഹാവ് വെരി ലിമിറ്റഡ് ടൈം ടു ഫിറ്റ് ഇൻ ടു ദ ഏജൻസി. അല്ലാതെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കൂടുതൽ അനുഭവങ്ങൾ കിട്ടാനും സാധ്യതയില്ല. അവിടെ ചെല്ലുന്ന സമയത്ത് ബി വില്ലിങ് ടു ഡു എനി വർക്ക്. ഒരു NGO എന്ന് പറയുമ്പോൾ പലപ്പോഴും പണ്ടത്തെ രാമൻ നായരുടെ ചായക്കട പോലെയാണ്. ഒരു കസ്റ്റമർ വരുമ്പോൾ പോയിട്ട് മേശ തുടയ്ക്കുന്നത് രാമൻ നായരായിരിക്കും, ചായ ഓർഡർ എടുക്കുന്നത് രാമൻ നായരായിരിക്കും, അവിടെ നിന്ന് ഉറക്കെ 2 ചായ എന്ന് വിളിച്ച് പറയുന്ന രാമൻ നായരായിരിക്കും, 2 ചായയും കൊണ്ട് വരുന്നത് രാമൻ നായരായിരിക്കും, ഇത് കഴിഞ്ഞ് പ്ലേറ്റ് എടുത്തുകൊണ്ട് പോകുന്ന രാമൻ നായരായിരിക്കും, ചിലപ്പോൾ അത് കഴിഞ്ഞ് ക്യാഷ് കൗണ്ടറിൽ പോയിട്ട് കൈ തുടച്ചിട്ട് പൈസ മേടിച്ചു വെക്കുന്നത് രാമൻ നായരായിരിക്കും. ഒരു രാമൻ നായരാണ് ഷെഫിൻ്റെയും കുക്കിൻ്റെയും കാഷ്യറുടെയും എല്ലാ റോളും ചെയ്യുന്നുണ്ടാവുക. അങ്ങനത്തെ NGOസിൽ നമുക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, അവരെ ലിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഓരോ സമയത്തും വരുന്ന പ്രോഗ്രാമിനനുസരിച്ച് പലതരത്തിലുള്ള അനുഭവങ്ങൾ നേടാനുള്ള അവസരമാണ് ഹാവ് എൻ ഓപ്പൺ മൈൻഡ്. പക്ഷേ പലപ്പോഴും വിദ്യാർത്ഥികൾ കം വിത്ത് എ പ്രീ ഡിറ്റർമിൻഡ് അജണ്ട, വാട്ട് ആക്ടിവിറ്റീസ് ടു ഡു, നോട്ട് ടു ഡു, ഡിറ്റർമിൻഡ് ബൈ ദ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ട്യൂട്ടേഴ്സ് എന്ന് പറയാം. അത് പലപ്പോഴും NGOs അപ്രീഷിയേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ചില ഏജൻസികളെയൊക്കെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവർ പറയും വരണ്ടെന്ന് പറയും. കാരണം ഇവരെ പഠിപ്പിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിരിക്കും. NGOസിന് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, NGOസിന് ഒരു സ്ട്രക്ചറും സിസ്റ്റവും ടീമും കൾച്ചറൊക്കെ ഉണ്ടാവും. ഇതിനെക്കുറിച്ച് മുൻകൂട്ടി അറിയാൻ ശ്രമിക്കുക, അതിനെ പഠിക്കാൻ ശ്രമിക്കുക, അതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. NGOനും ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. നമ്മൾ കാഷ്വലായിട്ട് ക്യാമ്പസിൽ പോകുന്നത് പോലെ ഒരു പ്രൊഫഷണൽ സെറ്റിങ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അവിടെ ഫോൺ ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും, ഡ്രസ് ചെയ്യുന്ന കാര്യത്തിലായാലും, ടൈം കീപ്പ് ചെയ്യുന്ന കാര്യത്തിലായാലും മോസ്റ്റ് ഓഫ് ദ NGOs എക്സ്പെക്ട് എ പ്രൊഫഷണൽ ഡിസിപ്ലിൻ. ബി റെഡി ടു ബി എ പ്രൊഫഷണൽ. ഇതും NGOസിന്റെ ഭാഗത്തു നിന്നുള്ളൊരു പെർസെപ്ഷനാണ്. മേ ബി ഹിയർ എവറി വൺ ഡസ് എവറിത്തിങ്, ജോയിൻ. ഇന്നതേ ചെയ്യുള്ളൂ. ഡോക്യുമെന്റേഷൻ ആയിരിക്കാം, ഡാറ്റ എൻട്രി ആയിരിക്കാം, ഓഫീസ് മാനേജ്മെന്റ് ആയിരിക്കാം. മാനേജ്മെന്റ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഫീൽഡ് വർക്ക് മാത്രമേ ചെയ്യുള്ളൂ, നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമല്ല. നമുക്ക് ചില സ്കിൽസ് ഇല്ലെങ്കിലോ പഠിക്കാനുള്ള അവസരമുണ്ട്, അക്വയർ ദാറ്റ്. ഒരു NGOസിന്റെ ഭാഗത്ത് സമ്മറി പോലെ പറയുകയാണെങ്കിൽ ഒരു ഡിസൈറബിൾ ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ ഐ എം ഹിയർ ടു ലേൺ, ഐ വാണ്ട് ടു ഗ്രോ, ദിസ് എ ഗുഡ് ആറ്റിറ്റ്യൂഡ്. ഐ എം ഹിയർ ടു ഹെൽപ്പ്, ഐ വിൽ ബിലോങ് ഹിയർ, പോസിറ്റീവ്. ഐ എം ഹിയർ ടു ഡു, ഐ വിൽ ഗെറ്റ് ദ ജോബ് ഡൺ, പോസിറ്റീവ്. I am willing to assist you in any work. Good. I am a professional. I will behave accordingly. Very good. I will compliment the good work of the NGO. Appreciate it. I am looking for a career in social work. തീർച്ചയായിട്ടും ചിലപ്പോൾ NGOസിൽ അതിനുള്ള അവസരം ഉണ്ടാവും. പക്ഷെ പലപ്പോഴും അവരെ മടുപ്പിക്കുന്ന ആറ്റിറ്റ്യൂഡ്സും ചിലരിൽ കാണാറുണ്ട്. എന്താ? I am qualified. I will do only field work. Sometimes that might not suit the NGO. I won't do your inferior work. Certain work we perceive as inferior. Appreciate ചെയ്യപ്പെടില്ല. I will not fundraise. Yes, fund is an important aspect of NGOs. You must participate. ചില സമയത്തൊക്കെ ടീച്ചേഴ്സ് തന്നെ കുട്ടികളോട് പറഞ്ഞു വിടുന്നതായിട്ട് നമ്മൾ പറയാറുണ്ട്. ഫണ്ട് റൈസിങ്ങിലൊന്നും നിങ്ങൾ ഇടപെടണ്ട. ഒന്നുകിൽ നിങ്ങൾ അടിച്ചു മാറ്റുന്നുള്ള പേടി കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ പേ ചെയ്യാൻ റെഡി ആയിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ NGO വർക്ക് ചെയ്യാം. I will not do office work. You must be willing to do any office work. I came to teach you because I am a professional. You are not a professional if you have that kind of an attitude. I can train anyone. പലപ്പോഴും ഈ സോഷ്യൽ വർക്ക് സ്റ്റുഡൻസിനോട് ഏറ്റവും കൂടുതൽ എക്സ്പോഷർ എന്തിലൂടെന്ന് വെച്ചാൽ അവർ പറയാം സ്ട്രീറ്റ് പ്ലേ, ഫ്ലാഷ് മോബ് ആൻഡ് ട്രെയിനിങ്.
ഞങ്ങൾ പറയാം അതിനെ ഒരു സ്ട്രീറ്റ് പ്ലേ ഫ്ലാഷ് മോബ് ട്രെയിനിങ് സിൻഡ്രോം എന്ന് പറയാം. ഈ മൂന്നും അല്ലാത്ത വർക്കാണ് ഫീൽഡിൽ പലപ്പോഴും നടക്കുന്നുണ്ടാവുക. വാട്ട് ക്യാൻ യു ഡു? Then another very dangerous attitude is, what is your problem? I will solve that. ആ ആറ്റിറ്റ്യൂഡും പലപ്പോഴും NGOസുമായിട്ടൊരു സെറ്റ് ആവാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. To summarize, academics help you acquire knowledge and skills. Research help you to develop an insight into this topic. Your attitude plus academics plus research and your willingness to do the work with compassion create action heroes. From my experience in the NGO sector, social sector, I am looking for such heroes with academic knowledge, with proper skills, with a compassionate attitude, having a research mind, and willing to be action heroes. Welcome to the beautiful world of NGOs. Contribute and enjoy the satisfaction. Contribution alone gives us that kind of satisfaction. നമ്മൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുകയും ആരുടെയെങ്കിലും മുമ്പിൽ കൈകാട്ടി നിർത്തി ഏതെങ്കിലും ഒരു ബ്യൂറോക്രസിയുടെ ഭാഗമാവണം എന്ന് മാത്രമുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും ധാരാളം ആളുകൾ ഉണ്ടാവാം. ബട്ട് യു ക്യാൻ മേക്ക് എ ഡിഫറൻസ് ആൻഡ് യു ക്യാൻ ബി എ ആക്ഷൻ ഹീറോ ഓർ ഹീറോയിൻ. വെൽക്കം. താങ്ക് യു. താങ്ക് യു സർ. ഈ ഒരു സെഷൻ ഇത്രയും നന്നായി നമുക്ക് വിശദീകരിച്ചു തന്ന സുരേഷ് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ഒരു സെഷൻ ചെയർ ചെയ്ത സ്റ്റെഫി മാമിനോടുള്ള പ്രത്യേകം താങ്ക്സ് അറിയിക്കുന്നു. താങ്ക് യു മാം. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. Thank you. ആത്മ ഫൗണ്ടേഷന്റെ താങ്ക് യു. ഈ ഒരു സെമിനാറിന്റെ സർട്ടിഫിക്കറ്റ് റിസീവ് ചെയ്യാനായിട്ടുള്ള ഫീഡ്ബാക്ക് ഫോം യൂട്യൂബ് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്യുക. ആത്മ ഫൗണ്ടേഷന്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ധാരാളം സോഷ്യൽ വർക്ക് റിലേറ്റഡ് അല്ലാത്തതുമായിട്ടുള്ള പ്രോഗ്രാംസ്, വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. എല്ലാവരെയും അതിലേക്ക് ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. ഇന്ന് ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടത്തി ഇതിൽ സംസാരിച്ച എല്ലാ ഗസ്റ്റിനോടുള്ള ഒരു പ്രത്യേക താങ്ക്സ്. ആൻഡ് ഇത് വാച്ച് ചെയ്ത എല്ലാ വ്യൂവേഴ്സിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ആത്മ ഫൗണ്ടേഷനുമായിട്ട് കൂടുതൽ സഹകരിക്കാനും നിങ്ങളെല്ലാവരെയും ആത്മ ഫൗണ്ടേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് ബി ഇൻ ടച്ച്. താങ്ക് യു. നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഇതോടെ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്.